ഹസ്സി റോക്കി എന്ന കണ്ടസ്റ്റന്റിനെ, കണ്ടന്റ് മേക്കറിനെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരിക്കലും റോക്കി ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കില്ല. ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല പുള്ളി ചെയ്തത്. സിജോ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും വിക്ടിം കാർഡ് ഇറക്കി കളിക്കാതിരുന്നു എന്ന് പറഞ്ഞാലും പുള്ളിയുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു ഒരു ഓഡിയൻസ് എന്ന നിലയിൽ. ഇന്റേണൽ ഇഞ്ചുറീസ്, കൺകഷൻ, ഫേസിൽ ആൻഡ് ഡെന്റൽ ഡാമേജ്, ബോൺസിന് വരുന്ന ഡാമേജ്, PTSD, പിന്നെ ആൻസൈറ്റി, ഇതെല്ലാം സിജോ അവിടെ അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസം. സിജോ ഒരു ഇരവാദം പറഞ്ഞില്ല എന്നോ വിക്ടിം കാർഡ് ഇറക്കിയില്ല എന്നോ പറഞ്ഞ് നമുക്ക് ഇതൊന്നും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ റോക്കിക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. എൻഡമോൾ ഷൈൻ എന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നടത്തുന്ന ഒരു അൺസ്ക്രിപ്റ്റഡ് റിയാലിറ്റി ഗെയിം ഷോ മാത്രമാണ് ബിഗ് ബോസ്. അല്ലാതെ നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും പിന്നെ മറ്റേ പീനൽ കോഡിനെയും ഒന്നും വയലേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരവും ഒരു ഷോയിലും ആർക്കുമില്ല. 3 മണിക്കൂറായിട്ട് നമ്മുടെ റോക്കിനെ കൺഫെഷൻ റൂമിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ബിഗ് ബോസ് റോക്കിയോട് സംസാരിച്ചത്. ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നിങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങളെ ഇവിടുന്ന് നീക്കം ചെയ്യുകയാണ് എന്ന് ബിഗ് ബോസ് പറയുന്നു. ഇത് തന്നെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് പറയുന്നുണ്ട് റോക്കിയെ വിട്ടു കഴിഞ്ഞിട്ട്. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ അധികൃതർ പറഞ്ഞു തരും. ഇടത്തെ വശത്തെ വാതിലിലൂടെ പുറത്തു വരിക എന്ന് ബിഗ് ബോസ് പറയുന്നു റോക്കിയുടെ അടുത്ത്. അപ്പൊ തന്നെ ഒരാൾ ഐമാസ്കുമായി വന്ന് റോക്കിയെ കൊണ്ടുപോകുന്നുണ്ട് പുറത്തേക്ക്. റോക്കി പുറത്തേക്ക് പോകേണ്ടത് തന്നെയാണ്. പക്ഷെ സിജോയും പോകണം എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സിജോയുടെ സ്റ്റേറ്റ്മെന്റിൽ സിജോ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചോദിച്ചു മേടിച്ചു എന്നൊരു കാര്യം. അത് പുള്ളിക്കും അറിയാം. അത് മനസാക്ഷിയെ സിജോ ബോധിപ്പിച്ചിട്ടുണ്ടാവും. അത് മതി. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഹസ്സി റോക്കിയുടെയും കൂടി പേരിൽ അറിയപ്പെടും എന്നത് ഉറപ്പാണ്. അത്രയ്ക്കും കണ്ടന്റുകൾ ഈ ഒരു 2 ആഴ്ച കൊണ്ട് റോക്കി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെയുള്ള പലരെക്കാളിലും അവിടെ നിൽക്കാൻ ഏറ്റവും ഡിസേർവിംഗ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റോക്കി. ടോപ്പ് 5-ലും ടോപ്പ് 3-ലും ഒക്കെ നിൽക്കേണ്ട ആളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേഷ്യവും സെൽഫ് കൺട്രോളും ഒക്കെ ലൈഫിലും ബിഗ് ബോസിലും എല്ലാം അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും പോളിഫെറോസ് കഴിഞ്ഞാൽ എന്റെ എക്കാലത്തെയും ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് റോക്കി നിലനിൽക്കും. റോക്കി ഉണ്ടാക്കിയ ഇമ്പാക്റ്റും അങ്ങനെ തന്നെ നിലനിൽക്കും. ആ ഒരു ഇമ്പാക്റ്റിന്റെ തെളിവാണ് ലൈവിൽ എല്ലാവരും കരയുന്നത് ഈ ഒരു ന്യൂസ് അറിഞ്ഞതിന് ശേഷം. സിജോയ്ക്ക് വരെ വിഷമം ഉണ്ടെങ്കിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിലും ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിലും റോക്കി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട്. റോക്കി പോയി ഹൗസ് മരിച്ച വീട് പോലെയായി. അതാണ് ഇമ്പാക്ട്.